Hello friends, welcome to Indo Learning, an excellent educational platform. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ടെൻഡർ ടച്ച് എന്ന ലെസനാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ലുക്ക് ഹിയർ. ടെൻഡർ ടച്ച്. ടെൻഡർ മീനിങ് മൃദുവായ, ടച്ച് സ്പർശനം, മൃദുവായ സ്പർശനം എന്നാണ് ഇതർത്ഥമാക്കുന്നത്. എന്നാൽ പാഠഭാഗങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനർത്ഥം സഹായഹസ്തം അല്ലെങ്കിൽ കൈത്താങ്ങ് എന്നാണ്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ. ഓടുന്നതിനിടയിൽ ഒരു കുട്ടി വീണ് അവൻ്റെ കാൽമുട്ട് മുറിഞ്ഞ് രക്തമൊഴുകുന്നത് കാണാം. അവനെ മറ്റൊരു കുട്ടി സഹായിക്കുന്നതും കാണാം. ഇവിടെ ആക്ട് ഓഫ് കൈൻഡ്നസ് അഥവാ ദയ കാണിക്കുന്ന പ്രവൃത്തിയാണ്. കൂട്ടുകാർ ഇത്തരം പ്രവർത്തികൾ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും ചെയ്യാറുണ്ടല്ലോ. ഇവിടെ നോക്കൂ. മദർ തെരേസയുടെ കുറച്ച് വാക്കുകളാണ്. ആരാണ് മദർ തെരേസ? ലോകപ്രശസ്തമായ ഒരു വ്യക്തിത്വമാണ് മദർ തെരേസ. നോക്കൂ. ഗിവ് നൽകുക, യുവർ നിങ്ങളുടെ, ഹാൻഡ്സ് കൈകൾ, നിങ്ങളുടെ കൈകൾ നൽകുക. ടു സെർവ്, സെർവ് ഹിയർ മീൻസ് ഹെൽപ്പ്, ഇവിടെ സഹായിക്കുക എന്നാണ് ഇതിനർത്ഥം. നിങ്ങളുടെ കൈകൾ സഹായിക്കുവാൻ നൽകുക. എന്താണ് അതിനർത്ഥം? നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക. ആൻഡ് കൂടാതെ യുവർ ഹാർട്ട്സ്, നിങ്ങളുടെ ഹൃദയങ്ങൾ നൽകുക. ടു ലവ്, സ്നേഹിക്കാൻ, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നാണ് ഇതിനർത്ഥം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹെൽപ്പ് ആൻഡ് ലവ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. എന്താണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? ഒരു കുട്ടി പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നു. ഇത് ദയ കാണിക്കുന്ന പ്രവൃത്തിയല്ലേ? അടുത്ത ഭാഗം നോക്കൂ. ഇവിടെ ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ മേൽ തെളിവെള്ളം തെറിപ്പിക്കുന്നു. ഇത് നല്ല പ്രവൃത്തിയാണോ? ദയയില്ലാത്ത അൺകൈൻഡ്നസ് ആക്ട് ആണ്. നോക്കൂ. കമ്പയർ, താരതമ്യം ചെയ്യുക. ദ എബവ് പിക്ചേഴ്സ്, പിക്ചേഴ്സ് ചിത്രങ്ങൾ. ദ എബവ് പിക്ചേഴ്സ്, മേലെ തന്നിട്ടുള്ള ചിത്രങ്ങൾ താരതമ്യം ചെയ്യുക. വാട്ട് ആർ, എന്താകുന്നു. യുവർ കമൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ. കൂട്ടുകാർ ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയുമല്ലോ. എ ഒരു സണ്ണി. സണ്ണി എന്നതിനർത്ഥം എന്താണ്? തെളിഞ്ഞ, വെയിലുള്ള മോർണിംഗ്, പ്രഭാതം. ഒരു തെളിഞ്ഞ പ്രഭാതം എന്നാണ് അർത്ഥം. ദ മോർണിംഗ് സൺ, മോർണിംഗ് പ്രഭാതം, സൺ സൂര്യൻ. ദ മോർണിംഗ് സൺ, പ്രഭാത സൂര്യൻ. പീപ്ഡ്, ഒളിഞ്ഞു നോക്കി അല്ലെങ്കിൽ എത്തി നോക്കി. ത്രൂ ഇൽ കൂടി. ദ വിൻഡോ, ജനലിലൂടെ പ്രഭാത സൂര്യൻ ഒളിഞ്ഞു നോക്കി. എന്താണ് അതിൻ്റെ അർത്ഥം? രാവിലെ ആയി എന്നാണ് അർത്ഥം. സാഷ, സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. ആരോ പറയുന്നു. എന്താണ്? ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ്, നേരം വൈകിയിരിക്കുന്നു. ഡിയർ പ്രിയപ്പെട്ടവളെ,
നേരം വൈകിയിരിക്കുന്നു. മദർ അമ്മ കോൾഡ് വിളിച്ചു, സാഷയെ വിളിച്ചു. ഇന്നെ സോഫ്റ്റ് മൃദുവായ വോയിസ് ശബ്ദത്തിൽ, മൃദുവായ ശബ്ദത്തിൽ അമ്മ സാഷയെ വിളിച്ചു. ഷീ അവൾ, സാഷ, വോസ് ആയിരുന്നു, ആഫ് പകുതി, എസ്ലീപ്പ്. ഹാഫ് എസ്ലീപ്പ് എന്നാൽ അർത്ഥം എന്താണ്? പകുതി ഉറക്കത്തിലായിരുന്നു അവൾ. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. ലെറ്റ് മീ സ്ലീപ്പ്, ഞാൻ ഉറങ്ങട്ടെ. എ ലിറ്റിൽ ലോങ്ങർ. എ ലിറ്റിൽ ലോങ്ങർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി, ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ അമ്മേ. അപ്പോൾ അമ്മ എന്താണ് പറയുന്നത്? നോ ഡിയർ. എന്താ പറയുന്നത്? നോ ഡിയർ, പ്രിയപ്പെട്ടവളെ വേണ്ട. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്, ഇപ്പോൾ തന്നെ വൈകി. എന്താണ്? മദർ കെയിം ഇൻ, അമ്മ ഉള്ളിലേക്ക് വന്നു. അമ്മ റൂമിന്റെ, സാഷയുടെ റൂമിലേക്ക് വന്നു. ആൻഡ് കൂടാതെ, ജെന്റിലി സാവധാനത്തിൽ, പാറ്റഡ് തടവി, ഹെയർ അവളെ, സാവധാനത്തിൽ അവളെ റൂമിൽ വന്ന് തടവി. സാഷ ഗോട്ട് ഔട്ട്. ഗോട്ട് ഔട്ട് എന്നാൽ അർത്ഥം എന്താണ്? ഗെറ്റ് ഔട്ട് എന്നാൽ എഴുന്നേൽക്കുക എന്നാണ് ഇവിടെ അർത്ഥം. ഗോട്ട് ഔട്ട് എന്നാലോ എഴുന്നേറ്റു. സാഷ എഴുന്നേറ്റു. ഓഫ് ബെഡ്, എവിടെ നിന്നാണ് ചോദിച്ചത്? ബെഡിൽ നിന്നും എഴുന്നേറ്റു. എങ്ങനെ എഴുന്നേറ്റ് നോക്കൂ. റബ്ബിങ്, റബ്ബിയ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? തിരുമ്മിക്കൊണ്ട്. ഹെയർ അവളുടെ, ഐസ് കണ്ണുകൾ, അവളുടെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് സാഷ ബെഡിൽ നിന്നും എഴുന്നേറ്റു. വാട്ട്സ് ദാറ്റ് സ്മെൽ. വാട്ട്സ് എന്നാൽ വാട്ട് ഈസ് എന്നതിൻ്റെ ഷോർട്ട് രൂപമാണ്. വാട്ട് എന്ത്, ഈസ് ആണ്, ദാറ്റ് ആ സ്മെൽ. ആ സ്മെൽ എന്താണ്? ലവ്ലി, മനോഹരമായ സ്മെല്ല്, മനോഹരം. ഷീ അവൾ, ടുക്ക് എടുത്തു, എ ഒരു ഡീപ്പ് ബ്രത്ത്. എന്താണ് ഡീപ്പ് ബ്രത്ത് എന്നാൽ? ദീർഘനിശ്വാസം എടുത്തു അവൾ, അല്ലേ? എന്താണ്? മനോഹരമായ, അവൾ ആഗ്രഹിക്കുന്ന ഒരു സ്മെല്ല് അവൾക്ക് അനുഭവപ്പെട്ടു. ഷീ അവൾ, അപ്പോൾ സ്മെല്ല് എവിടെ നിന്നായിരിക്കും? കിച്ചണിൽ നിന്നായിരിക്കും, അടുക്കളയിൽ നിന്നായിരിക്കും. അപ്പോൾ ഷീ റഷ്ഡ്. റഷ്ഡ് എന്നാൽ ഇവിടെ അർത്ഥം വേഗത്തിൽ പോയി എന്നാണ് അർത്ഥം. അവൾ വേഗത്തിൽ പോയി. എവിടത്തേക്കാ പോയത്? ടുലേക്ക്, ടു ദ കിച്ചൺ, അടുക്കളയിലേക്ക് പോയി. എങ്ങനെയാ പോയത്? വേഗത്തിൽ. മദർ അമ്മ, ഫോളോവുഡ് പിന്തുടർന്നു, പിന്നാലെ പോയി, ഹെയർ അവൾക്ക്, അവൾക്ക് പിന്നാലെ അടുക്കളയിലേക്ക് അമ്മയും പോയി. അപ്പോൾ ഇവിടെ നോക്കൂ, ആരാണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത് ആരോ ഒരാൾ പറയുന്നത് നമ്മൾ ഇവിടെ എഴുതണം. ആർക്ക് നേരെയാണ് ആരോ മാർക്കുള്ളത്? മദർ. അപ്പൊ മദർ പറഞ്ഞത് എന്താണെന്ന് നോക്കൂ. ഈ സാഷ ഉറങ്ങിക്കെടുക്കുമ്പോൾ അവളെ തൊട്ടിട്ട് അമ്മ, അവളെ തടവിക്കൊണ്ട് അമ്മ പറഞ്ഞത് എന്താണെന്ന് നോക്കൂ. എന്താണ്? സാഷ ഈസ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. ഈ ഭാഗമാണ് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് കൂട്ടുകാർ ആ ഭാഗം ഇവിടെ എഴുതണം. നോക്കൂ, ഒരു ചോദ്യം കാണാം. എന്താണ് ചോദ്യം? വൈ, എന്തുകൊണ്ട്. ഡിഡ് വന്നാൽ കഴിഞ്ഞ കാലം, അതായത് ഭൂതകാലം, പാസ്റ്റ് ടെൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വൈ ഡിഡ് റഷ്, റഷ്ഡ് എന്നാണ് അർത്ഥം. ഡിഡ് റഷ് വന്നാൽ റഷ്ഡ്. അപ്പോൾ എന്തുകൊണ്ട് വേഗം പോയി. സാഷ എന്തുകൊണ്ട് വേഗം അഥവാ ഓടിപ്പോയി. എവിടത്തേക്ക്? ടു ദി കിച്ചൺ,
കിച്ചണിലേക്ക്, അടുക്കളയിലേക്ക് സാഷ ഓടിപ്പോകാൻ കാരണമെന്താണ്? ഒരു ചോദ്യം വൈ കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, എന്തുകൊണ്ട് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു കാരണം പറയണമല്ലോ. അപ്പോൾ നമ്മൾ ബിക്കോസിൽ അവിടെ നമ്മൾ ബിക്കോസ് കാരണം പറയേണ്ടി വരും. നോക്കൂ, സാഷ ഡിഡ് റഷ് എന്തായി മാറും? റഷ്ഡ്. സാഷ റഷ്ഡ് ടു ദി കിച്ചൺ. ഇത്രയും ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. പിന്നീട് ഇവിടെ നമ്മൾ ബിക്കോസ്, കാരണം, എന്താണോ കാരണം ആ കാരണം നമ്മൾ എഴുതണം. അത് നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാം. അടുത്ത ചോദ്യം നോക്കൂ, വാട്ട്, എന്ത്, വിൽ സീ, സീ കാണുക, വിൽ സീ കാണും, എന്ത് കാണും, ഷീ അവൾ, ഇൻ ദി കിച്ചൺ അടുക്കളയിൽ അവൾ എന്ത് കാണും? അതും കൂട്ടുകാർ ഗസ് ചെയ്ത് പറയാം, ഇല്ലെങ്കിൽ അടുത്ത ഭാഗം നോക്കി നമുക്ക്. സാഷാസ്, അപ്പോസ്ട്രഫി വന്നാൽ ന്റെ ഉടെ എന്നർത്ഥം. സാഷാസ്, സാഷയുടെ ഫേവറേറ്റ്. എന്താണ് ഫേവറേറ്റ് എന്നാൽ? ഏറ്റവും ഇഷ്ടപ്പെട്ട. സ്നേക്ക്, ലഘു ഭക്ഷണം അല്ലെങ്കിൽ പലഹാരം. സാഷയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം, ലഘു ഭക്ഷണം. ഫാദർ വാസ് ബിസി ഇൻ ദി കിച്ചൺ. ഫാദർ അച്ഛൻ, വാസ് ആയിരുന്നു, ബിസി തിരക്ക് പിടിച്ച, ഇൻ ദി കിച്ചൺ അടുക്കളയിൽ. അച്ഛൻ അടുക്കളയിൽ തിരക്കിലായിരുന്നു. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി. ഹീ സെഡ്, അയാൾ പറഞ്ഞു. അതായത് സാഷയുടെ അച്ഛൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? സാഷേ, യുവർ, നിന്റെ, ഫേവറേറ്റ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, സ്നാക്ക് ലഘുഭക്ഷണം, ഈസ് റെഡി. ഈസ് എന്താണ്? റെഡി, തയ്യാറായിരിക്കുന്നു. നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലഘുഭക്ഷണം തയ്യാറായിരിക്കുന്നു. അപ്പോൾ അമ്മ, shall I take some of it to school? സാഷ ആസ്ക്ഡ്. സാഷ ചോദിച്ചു. എന്താ ചോദിച്ചത്? അമ്മേ, shall I take, ഞാൻ എടുക്കട്ടെ, സം, കുറച്ച്, ഓഫ് ഇറ്റ്, അതിൽ നിന്ന്, ടു സ്കൂൾ, സ്കൂളിലേക്ക്, ഞാൻ അതിൽ നിന്ന് കുറച്ച് സ്കൂളിലേക്ക് എടുക്കട്ടെ. അപ്പോൾ അമ്മ എന്താ മറുപടി പറയുന്നത്? ഷുവർ, തീർച്ചയായും, ഡിയർ, പ്രിയപ്പെട്ടവളെ, തീർച്ചയായും പ്രിയപ്പെട്ടവളെ. ഗോ, നീ എന്ത് ചെയ്യാ? ഗോ, പോകൂ. ആൻഡ്, എന്നിട്ട് ഗെറ്റ് റെഡി, തയ്യാറാവൂ. ആര് പറഞ്ഞു? മദർ സെഡ്, അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞു. അങ്ങനെ ഷീ, അവൾ, വെന്റ്, പോയി, ടു ദ വാഷ്റൂം, അവൾ എന്തിലേക്ക് പോയി? വാഷ്റൂമിലേക്ക്, ശൗചാലയത്തിലേക്ക് പോയി. എങ്ങനെയാ പോയെന്ന് നോക്കൂ. ഹമ്മിങ്. എന്താണ് ഹമ്മിങ് എന്നാൽ അർത്ഥം? മൂളിക്കൊണ്ട്. എ ട്യൂൺ, ഒരു ഈണം മൂളിക്കൊണ്ട് പോയി. അല്ലേ? നമ്മളൊക്കെ പറയാറുണ്ട് മൂളിപ്പാട്ട് പാടിപ്പോയി. അല്ലേ? മൂളിപ്പാട്ട് പാടിപ്പോയി. സാഷ, ആറിൻ്റ് യു റെഡി യെറ്റ്? ആരോ ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? സാഷേ, ആറിൻ്റ് യു റെഡി? നീ തയ്യാറായില്ലേ? യെറ്റ്, ഇതുവരെ നീ റെഡി ആയില്ലേ സാഷേ? ഇറ്റ്, അത്, വാസ്, ആയിരുന്നു. അല്ലേ? ആരതായിരുന്നു? നവീൻ. അത് നവീനായിരുന്നു. നവീൻ ആരാണ്? ഹെയർ ഫ്രണ്ട്, അവളുടെ സുഹൃത്ത്. ഹി, അവൻ, വാസ്, ആയിരുന്നു, വെയിറ്റിംഗ്, കാത്തു നിൽക്കുക. ഹി വാസ് വെയിറ്റിംഗ്, അവൻ കാത്തു നിൽക്കുകയായിരുന്നു. എവിടെ? അറ്റ് ദി ഗേറ്റ്, ഗേറ്റിൽ അവൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സാഷ എന്താ പറയുന്നത്? ജസ്റ്റ്, വെറും 5 minutes, വെറും എന്താണ്? വെറും 5 മിനിറ്റ്. 5 മിനിറ്റിനുള്ളിൽ ഞാൻ തയ്യാറാവും. സാഷ ഹറീഡപ്പ്, സാഷ ധൃതി പിടിച്ചു. അതായത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാൻ
ധൃതി പിടിച്ചു. ഇവിടെ നോക്കൂ, ആരാണ് പറയുന്നത്? നോക്കൂ, ഏരോ മാർക്ക് സാഷ അല്ലേ? സാഷ കിച്ചണിൽ നിന്ന് എന്തായിരുന്നു പറഞ്ഞത്? ആദ്യം പറഞ്ഞത് എന്താണ്? നോക്കൂ, അമ്മ shall I take some of it to school? ഈ ഡയലോഗാണ് നമ്മൾ ഇവിടെ എഴുതി ചേർക്കേണ്ടത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട്, എന്ത്, ഈസ് ആണ് സാഷയുടെ ഫേവറേറ്റ്, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നേക്ക്, ലഘുഭക്ഷണം. എന്താണ് സാഷയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലഘുഭക്ഷണം? നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ അത് മനസ്സിലാവും. കേൻ, കഴിയുമോ? യു, നിങ്ങൾക്ക്. മേക്ക് എ ഗസ്, ഒരു ഗസ് ചെയ്യാൻ, ഊഹിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? കൂട്ടുകാർക്ക് ഊഹിച്ച് പറയാൻ കഴിയുമെങ്കിൽ ആൻസർ പറയാം. ഇനി നമുക്ക് അടുത്ത ഭാഗം. എന്താണ്? ദ സർപ്രൈസ്. എന്താണ് സർപ്രൈസ്? എന്താണ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ? ആശ്ചര്യം, അത്ഭുതം എന്നാണ്. ഇവിടെ എന്തോ ഒരു ആശ്ചര്യകരമായ കാര്യം നടക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, സാഷ ആൻഡ് നവീൻ, സാഷയും നവീനും റീച്ച്ഡ്, എത്തി. റീച്ച്, എത്തുക, റീച്ച്ഡ്, എത്തി. എവിടെ എത്തി? സ്കൂളിലെത്തി. ജസ്റ്റ് ബിഫോർ, തൊട്ട് മുമ്പ്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ട്, ബിഫോർ മുമ്പ്. ജസ്റ്റ് ബിഫോർ, തൊട്ട് മുമ്പ്. ദ ബെൽ റേങ്. റേങ് എന്ന് പറഞ്ഞാൽ അടിച്ചു. ബെല്ല് അടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് സാഷയും നവീനും സ്കൂളിലെത്തിയത്. ഇറ്റ് സ്മെൽസ് നൈസ്. എന്താ അർത്ഥം? നന്നായി മണക്കുന്നു. സ്മെൽ എന്ന് പറഞ്ഞാൽ മണക്കുന്നു എന്നർത്ഥം. നല്ല മണം. വാട്ട് ഈസ്, എന്താണ്? വാട്ട് അപ്പോസ്ട്രോഫി എസ്, വാട്ട്സ്, വാട്ട് ഈസ് എന്നതിൻ്റെ ഷോർട്ട് രൂപം. വാട്ട്സ് ഇൻ യുവർ ബാഗ്, അല്ലേ? എന്ത് ആണ്? ഇൻ, ഇൽ, യുവർ ബാഗ്, നിന്റെ ബാഗിൽ എന്താണ്? നവീൻ ആസ്ക്ഡ്, നവീൻ ചോദിച്ചു. അപ്പൊ സാഷ പറയുന്നത് എന്താ? ഇറ്റ്, അത്. ഈസ്, ഇവിടെ ഈസ് ഷോർട്ട് രൂപമാണ്. ഇറ്റ്സ്, അത് ആണ്. എ, ഒരു സർപ്രൈസ്, അതൊരു സർപ്രൈസ് ആണ്, അല്ലേ? ഞാൻ ഇപ്പൊ പറയില്ല, അതൊരു സർപ്രൈസ് ആണ്. വെയിറ്റ്, കാത്തു നിൽക്കൂ. ഫോർ എ വൈൽ, കുറച്ചു നേരം. കുറച്ചു നേരം കാത്തു നിൽക്കൂ. സാഷ ടുക്ക് ഔട്ട്, ടേക്ക്, എടുക്കുക, ഔട്ട്, പുറത്ത്, പുറത്തേക്ക് എടുക്കുക. ഇവിടെ ടേക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ടുക്ക് ഔട്ട്, പുറത്തേക്ക് എടുത്തു. എന്താ എടുത്തത്? ദ ടിഫിൻ ബോക്സ്, ടിഫിൻ ബോക്സ് പുറത്തേക്ക് എടുത്തു. ആൻഡ്, എന്നിട്ട് എന്ത് ചെയ്തു? ഓപ്പൺഡ്, തുറന്നു. ഇറ്റ്, അത്. സാഷ ടിഫിൻ ബോക്സ് പുറത്തേക്ക് എടുത്തു, അത് തുറന്നു. വൗ, എന്താണ്? വൗ, ഉണ്ണിയപ്പം. വൗ, ഉണ്ണിയപ്പം. ഇതിന് നമ്മൾ ഇന്റർജെക്ഷൻ എന്നാണ് പറയുക. ആശ്ചര്യം, അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ചില ശബ്ദങ്ങളാണ് വൗ, ഓ, അലാസ് തുടങ്ങിയവ. ഇപ്പോൾ ഇവിടെ അത്ഭുതം ഉണ്ടാക്കുകയാണ്. വൗ, ഉണ്ണിയപ്പം. നവീൻ എക്സ്ക്ലൈംഡ്. എക്സ്ക്ലൈംഡ് എന്നാൽ അർത്ഥം എന്താണ്? ആർത്തു വിളിച്ചു. ആശ്ചര്യം കൊണ്ട് ആർത്ത് വിളിച്ചു പറഞ്ഞു. ഓൾ ദി ചിൽഡ്രൻ, എല്ലാ കുട്ടികളും. റഷ്ഡ്, ഓടി വന്നു. ടുവാർഡ്സ്, നേരെ. ആർക്ക് നേരെയാണ് ഓടി വന്നത്? സാഷ, സാഷയ്ക്ക് നേരെ, അതായത് സാഷയുടെ അടുത്തേക്ക് എല്ലാ കുട്ടികളും ഓടി വന്നു. വെയിറ്റ്, കാത്തു നിൽക്കൂ. ഡോണ്ട് റഷ്, ധൃതി കൂടരുത്, അല്ലേ? കാത്തു നിൽക്കൂ, ധൃതി കൂടരുത്. there ഈസ് എന്നതിൻ്റെ ഷോർട്ട് രൂപമാണ് there's. there ഈസ് അർത്ഥം ഉണ്ട്. ഇനഫ്, വേണ്ടത്ര. ഫോർ എവരി വൺ, എല്ലാവർക്കും.
എല്ലാവർക്കും വേണ്ടത്ര ഉണ്ണിയപ്പമുണ്ട്. ആര് പറഞ്ഞു? നവീൻ സെഡ്. നവീൻ പറഞ്ഞു. അറ്റ് ദാറ്റ് മൂമെന്റ്. അറ്റ് ദാറ്റ് മൂമെന്റ്. മൂമെന്റ് ആണ്. മൂവ്മെന്റ് എന്നാൽ ചലനം എന്നാണ് അർത്ഥം. ഇവിടെ മൂവ്മെന്റ് എന്നാൽ നിമിഷം എന്നർത്ഥം. അറ്റ് ദാറ്റ് മൂമെന്റ്, ആ നിമിഷത്തിൽ, സംവൺ ആരോ ഒരാൾ, അപ്പിയേർഡ് പ്രത്യക്ഷപ്പെട്ടു. എവിടെ പ്രത്യക്ഷപ്പെട്ടത്? അറ്റ് ദി വിൻഡോ. അറ്റ് ദി വിൻഡോ എന്നാൽ നിയർ ദി വിൻഡോ, ജനലിനടുത്ത് ആരോ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഹേ ഹു ഈസ് ദാറ്റ്? ഹേ ഹു, ആര്? ഈസ് ആണ്, ദാറ്റ് അത്. അതാരാണ്? സാഷ ആസ്ക്ഡ്. സാഷ ചോദിച്ചു. സാഷ സോ, സി കാണുക, സോ കണ്ടു. സാഷ കണ്ടു. സാഷ കണ്ടു. സംബടി ആരോ ഒരാൾ. സംബടി എന്നാലും സംവൺ എന്നാലും ആരോ ഒരാൾ എന്നാണ് അർത്ഥം. ആരോ ഒരാളെ സാഷ കണ്ടു. അറ്റ് ദി വിൻഡോ, ജനലിന് അടുത്ത്. ഹു ആര്? കുഡ് ബി ആയിരിക്കും. ദാറ്റ് അത്. അതാരായിരിക്കും? കൂട്ടുകാർക്കറിയാമോ? നമുക്ക് നോക്കാം. നോക്കൂ. എ ഒരു ഗേൾ പെൺകുട്ടി, അറ്റ് ദി വിൻഡോ നിയർ ദി വിൻഡോ, ഒരു പെൺകുട്ടി ജനലിനടുത്ത് എന്നാണ് ഹെഡിങ്, സൈഡ് ഹെഡിങ്. നവീൻ ലുക്ഡ് അറ്റ്. നവീൻ ലുക്ഡ് അറ്റ്. നവീൻ നോക്കി. ദ വിൻഡോ. നവീൻ വിൻഡോവിലേക്ക് നോക്കി. ആൻഡ് എന്നിട്ട് സോ കണ്ടു. ആരെയാ കണ്ടത്? എ ഗേൾ. നവീൻ ജനലരികിലേക്ക് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. ഐ ഞാൻ, ഹാവ് ഉണ്ട്, സീൻ. ഐ ഹാവ് സീൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഹെർ അവളെ, സംവേർ എവിടെയോ. ഹീ സെഡ് അവൻ പറഞ്ഞു. നവീൻ പറഞ്ഞു ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട്. ദ ഗേൾ ആ പെൺകുട്ടി വാസ് ലുക്കിംഗ്. വാസ് ലുക്കിംഗ്. വാസ് ആയിരുന്നു, ലുക്കിംഗ് നോക്കിക്കൊണ്ടിരിക്കുക. വാസ് ലുക്കിംഗ് അറ്റ് ദം അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാ നോക്കിക്കൊണ്ടിരുന്നത്? ക്യൂരിയസ്ലി ജിജ്ഞാസയോടെ. അവർ ജിജ്ഞാസയോടെ ആകാംക്ഷയോടെ അവൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹേർ അവളുടെ, മെസ്സി. എന്താ മെസ്സി എന്ന് പറഞ്ഞാൽ? അടുക്കും ചിട്ടയുമില്ലാത്ത, അതായത് പാറിപ്പറക്കുന്ന. ഹെയർ അവളുടെ പാറിപ്പറക്കുന്ന ഹെയർ മുടി, വാസ് സിംഗിങ് ആടുകയായിരുന്നു. ഇൻ ദ വിൻഡ് കാറ്റിൽ. അവളുടെ പാറിപ്പറക്കുന്ന മുടി കാറ്റിൽ ആടുകയായിരുന്നു. ഷി അവൾ, ലുക്ഡ് കാണപ്പെട്ടു, വെരി ടയേർഡ് വളരെ ക്ഷീണിതയായി കാണപ്പെട്ടു. ആ പെൺകുട്ടി വളരെ ക്ഷീണിതയായി കാണപ്പെട്ടു. സാഷ വെന്റ് ടു പോയി. എവിടത്തേക്ക് പോയി? ടു ദി വിൻഡോ ജനലിനടുത്തേക്ക് പോയി. സാഷ വെന്റ് ടു ദി വിൻഡോ. സാഷ ജനലിനടുത്തേക്ക് പോയി. എന്നിട്ടോ ഷീ അവൾ, സാഷ ഓഫേർഡ് വാഗ്ദാനം ചെയ്തു, നൽകാമെന്ന് പറഞ്ഞു. ഏൻ ഒരു ഉണ്ണിയപ്പം. ഒരു ഉണ്ണിയപ്പം നൽകാമെന്ന് പറഞ്ഞു. ആർക്കാണ്? ടു ദി ഗേൾ ആ പെൺകുട്ടിക്ക്. ബട്ട് എന്നാൽ ദ ഗേൾ പെൺകുട്ടി റേനവേ ഓടിപ്പോയി, വിത്തൗട്ട് ടേക്കിംഗ് എടുക്കാതെ, ഇറ്റ് അത് എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം എടുക്കാതെ ആ പെൺകുട്ടി ഓടിപ്പോയി. സാഷയുടെ ഐസ് കണ്ണുകൾ ഫോളോഡ് പിന്തുടർന്നു, ദ ഗേൾ ആ പെൺകുട്ടിയെ പിന്തുടർന്നു. എന്നാൽ അതിനർത്ഥം എന്താണ്? സാഷ അവളെ
നോക്കി നിന്നു. ബട്ട് എന്നാൽ ദ ഗേൾ ആ പെൺകുട്ടി ഡിസപ്പിയേർഡ് അപ്പിയേർഡ് പ്രത്യക്ഷപ്പെട്ടു, ഡിസപ്പിയേർഡ് അപ്രത്യക്ഷമായി, ബിഹൈൻഡ് പിന്നിൽ, ദ ബുഷസ് കുറ്റിക്കാടുകൾ, കുറ്റിക്കാടുകൾക്ക് പിന്നിൽ അവൾ അപ്രത്യക്ഷമായി. വേർ എവിടെ ഡസ് ഷീ ലിവ്, ലിവ് എന്നാൽ ഇവിടെ താമസിക്കുക എന്നാണ് അർത്ഥം. അവൾ എവിടെയാണ് താമസിക്കുന്നത്? സാഷ ആസ്ക്ഡ്, സാഷ ചോദിച്ചു, നവീൻ നവീനോട് ചോദിച്ചു അവൾ എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നവീൻ എന്താ ചെയ്യുന്നത് നോക്കൂ. ഹൂ ഇവിടെ അവൻ നവീൻ വാസ് എൻജോയിങ് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എ ബിഗ് ബൈറ്റ്, എ ബിഗ് ബൈറ്റ് ഒരു വലിയ കടി കടിച്ച് ഓഫ് ഉണ്ണിയപ്പം, ഉണ്ണിയപ്പം വലിയൊരു കടി കടിച്ച് അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നവീൻ. അപ്പൊ നവീൻ എന്താ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്? സാഷയുടെ ചോദ്യത്തിന് നവീൻ എന്താ ഉത്തരം പറയുന്നത്? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. നോ അറിയുക. ഐ ഡോണ്ട് നോ എനിക്കറിയില്ല. ഹീ സെഡ് അവൻ പറഞ്ഞു. പുവർ ഗേൾ പാവം പെൺകുട്ടി. ഹെയർ ക്ലോസ്, ക്ലോസ് എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ എന്നർത്ഥം, ഡ്രസ്. ഹെയർ ക്ലോസ് അവളുടെ വസ്ത്രങ്ങൾ ആർ ടോൺ കീറിയിരുന്നു. ഈ ടോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യ രൂപം ടേർ കീറുക, രണ്ടാമത്തെ രൂപം ടോർ കീറി, അതിൻ്റെ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് ടോൺ. ഇത് പാസീവ് വോയിസ് ആണ്. കൂട്ടുകാരോട് പിന്നീട് ഗ്രാമർ ക്ലാസ് എടുക്കുമ്പോൾ വ്യക്തമായിട്ടും പറയാം. ഹെയർ ക്ലോസ് ആർ ടോൺ, അവളുടെ വസ്ത്രങ്ങൾ കീറിയിരുന്നു. സാഷ സെഡ്, സാഷ പറഞ്ഞു. ഇവിടെ ഒരു ചോദ്യമുണ്ടല്ലോ. എന്താണ് ചോദ്യം? വൈ എന്തുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വൈനെ കൊണ്ട് ചോദ്യം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ബിക്കോസിൽ ഉത്തരം തുടങ്ങണം. വൈ എന്തുകൊണ്ട് ഡിഡിൻറ്റ് ദി ഗേൾ ആക്സെപ്റ്റ്. അപ്പോൾ ഡിഡ് ആക്സെപ്റ്റ് എന്നാൽ അർത്ഥം എന്താ? ആക്സെപ്റ്റഡ് സ്വീകരിച്ചു. എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? ഡിഡിൻറ്റ് ആക്സെപ്റ്റ് ആണ്. എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? ദ ഗേൾ ആ പെൺകുട്ടി, ദ ഉണ്ണിയപ്പം എന്തുകൊണ്ട് ആ പെൺകുട്ടി ഉണ്ണിയപ്പം സ്വീകരിച്ചില്ല? അടുത്ത ഭാഗം നോക്കൂ. ദ ഗേൾ ആ പെൺകുട്ടി കംസ് വന്നു, എഗെയിൻ വീണ്ടും. ഇവിടെ കമ്മും കംസിനും രണ്ടിനും വരുന്നു എന്നാണ് അർത്ഥം. ഇവിടെ സിംഗുലർ ആയതുകൊണ്ടാണ് എസ് ചേർത്തത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ദ ഗേൾ കംസ് പെൺകുട്ടി ആ പെൺകുട്ടി കംസ് എഗെയിൻ വീണ്ടും വന്നു. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഒരു സോങ്, ഒരു സ്മോൾ ചെറിയ സോങ് കാണാം, ചെറിയ പാട്ട് കാണാം. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്, ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. നോക്കൂ, എന്താണ് ഇതിനർത്ഥം? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് എന്നാൽ ദ ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. ക്യാൻ കഴിയും, സുഹൃത്തുക്കൾക്ക് കഴിയും. ക്യാൻ ചേഞ്ച് മാറ്റാൻ കഴിയും. എ ഫ്രോൺ എന്താണ്? ഫ്രോൺ എന്നാൽ ഇവിടെ അർത്ഥം സാഡ്നെസ്, ദുഃഖം. ഏറ്റവും നല്ല സുഹൃത്തുക്കൾക്ക് ദുഃഖം മാറ്റാൻ കഴിയും. ഇൻഡുലേക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റും? എ സ്മൈൽ ഒരു പുഞ്ചിരിയിലേക്ക് മാറ്റാൻ കഴിയും. വെൻ അപ്പോൾ, യു നിങ്ങൾ, ഫീൽ ഡൗൺ യു ഫീൽ ഡൗൺ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിങ്ങൾ വിഷമിക്കുമ്പോൾ. നിങ്ങൾ വിഷമിക്കുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ദുഃഖം ഒരു പുഞ്ചിരിയിലേക്ക് മാറ്റാൻ കഴിയും എന്നാണ് ഇതിനർത്ഥം. മിസ് അനുപമ their ടീച്ചർ, അനുപമ ആരാണ്? നമ്മളോട് കൊമേറ്റ് പറഞ്ഞു തരികയാണ്. their ടീച്ചർ was singing പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എ സോങ് ഒരു പാട്ട്. ഇൻ ദ ക്ലാസ് ക്ലാസ്സിൽ അനുപമ ടീച്ചർ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പാട്ടാണ് ഈ 4 വരി. സഡൻലി പെട്ടെന്ന്,
സാഷ സോ സാഷ കണ്ടു ദ ഗേൾ ആ പെൺകുട്ടിയെ എഗെയിൻ വീണ്ടും അറ്റ് ദി ഡോർ വാതിലിൽ അല്ലേ, വാതിലിന് അടുത്ത് ആ പെൺകുട്ടിയെ സാഷ വീണ്ടും കണ്ടു. പുവർ ഗേൾ പാവം പെൺകുട്ടി. ഐ തിങ്ക് സാഷ പറയാണ്, ഐ തിങ്ക് ഞാൻ വിചാരിക്കുന്നു, ഷീ വാണ്ട്സ് അവൾ ആഗ്രഹിക്കുന്നു എന്ന്, ടു കമ്മിൻ ഉള്ളിലേക്ക് വരാൻ, ക്ലാസ് റൂമിലേക്ക് വരാൻ അവൾ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സാഷ മർമേഡ്. എന്താ മർമേഡ് എന്ന് പറഞ്ഞ അർത്ഥം? മർമേഡ് എന്ന് പറഞ്ഞാൽ പിറുപിറുത്തു എന്നാണ് അർത്ഥം. അധികം ശബ്ദമില്ലാതെ പറയുക. അപ്പോൾ എല്ലാ കുട്ടികളും പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മളുടെ അനുപമ ടീച്ചർ എന്താണ് പറഞ്ഞത് നോക്കൂ. ലിസൺ, ശ്രദ്ധിക്കൂ. സെഡ് പറഞ്ഞു, ദ ടീച്ചർ, ടീച്ചർ പറഞ്ഞു. ഹിയറിംഗ്, കേട്ട്. ദ ടീച്ചേഴ്സ് വോയിസ്, ടീച്ചറുടെ ശബ്ദം കേട്ട്. ദ ഗേൾ ആ പെൺകുട്ടി റൺ അവേ. ലിസൺ എന്ന ശബ്ദം കേട്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തു? ഓടിപ്പോയി. നോക്കൂ, വൈ എന്തുകൊണ്ട്, ഡിഡ് കം എന്തായി മാറും? കെയിം. വൈ ഡിഡ് ദ ഗേൾ കം, എന്തുകൊണ്ടാണ് ആ കുട്ടി വന്നത്? എഗെയിൻ വീണ്ടും. എന്തുകൊണ്ടാണ് ആ കുട്ടി വീണ്ടും വന്നത്? കൂട്ടുകാർ ഗസ് ചെയ്ത് ആൻസർ